9ാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട്. അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിച്ച് പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും നമ്മളത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ്. അത് അൺടച്ചബിൾസ് എന്നാണ് അവരെ പറയുന്നത്. അതായത് ജാതി പിരമിഡ് നോക്കിക്കഴിയുമ്പോൾ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ദളിത് എന്നിട്ടൊരു ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ മീനാക്ഷി ഈ പറഞ്ഞത് വളരെ തെറ്റാണെന്ന് പറയുന്നവരെ വേണം ആദ്യം അടിക്കാൻ. അപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് ജാതിയുടെ പേരിൽ സംവരണം വാങ്ങാം, ജാതി പറഞ്ഞാൽ മാത്രം കുറ്റം. ഇങ്ങനെ പറയുന്നവരോട് പുച്ഛം മാത്രമേ ഉള്ളൂ. കാരണം നിങ്ങൾ ജാതിയുടെ പേരിൽ കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ടോ? നിങ്ങൾ ഇതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജാതി സംവരണത്തെ എതിർക്കില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾ എതിർക്കും. കാരണം നിങ്ങൾ നിൽക്കുന്ന ഒരു പൊസിഷൻ അത്രക്കും കംഫോർട്ട് ആയ പൊസിഷനിലായിരിക്കും. വളരെ നല്ലൊരു സന്തോഷം തോന്നി മീനാക്ഷി ഇങ്ങനെ ഒക്കെ പറഞ്ഞപ്പോൾ. ഇന്നും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നുണ്ടല്ലോ എന്നോർക്കുമ്പോൾ. പക്ഷേ ഇന്നും ഇതിനെ എതിർക്കുന്ന ആൾക്കാരുണ്ടല്ലോ എന്നോർക്കുമ്പോൾ സങ്കടവുമുണ്ട്.